ഇന്നത്തെ അറിയിപ്പുകൾ. കേരളത്തിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ക്രിയേറ്റീവ് കരിയർ എഡ്യൂക്കേഷൻ ഫെയർ മെയ് 30 കോഴിക്കോട് നടക്കും. ക്രിയേറ്റീവ് മേഖലകളിൽ ഭാവി തേടുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും മികച്ച അവസരം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫെയർ സംഘടിപ്പിക്കുന്നത്. പ്രമുഖ എഡ്യൂക്കേഷൻ മീഡിയ സ്ഥാപനമായ ISE, ജെയിൻ യൂണിവേഴ്സിറ്റിയുടെയും AFD ഇന്ത്യയുടെയും സഹകരണത്തോടെയാണ് ഫെയർ സംഘടിപ്പിക്കുന്നത്. ആർട്ട്, ഡിസൈൻ, ഫാഷൻ, ആർക്കിടെക്ചർ, ആനിമേഷൻ, ഫിലിം, ഇന്റീരിയർ ഡിസൈൻ, ഫോട്ടോഗ്രാഫി, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ ഭാവി സാധ്യതകളുള്ള ക്രിയേറ്റീവ് കരിയർ മേഖലകൾ എല്ലാം ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ പരിചയപ്പെടുത്താനും പഠന സാധ്യതകളും കരിയർ അവസരങ്ങളും മനസ്സിലാക്കാനും ഈ പ്രദർശനം വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കും. ഇന്ത്യയിലെ പ്രമുഖ സർവകലാശാലകൾ, ഡിസൈൻ സ്കൂളുകൾ, ആർക്കിടെക്ചർ കോളേജുകൾ, ആനിമേഷൻ മീഡിയ സ്കൂളുകൾ എന്നിവയ്ക്കൊപ്പം വിദേശത്ത് ഡിസൈൻ, ക്രിയേറ്റീവ് കോഴ്സുകൾ പഠിക്കാനുള്ള അവസരങ്ങൾ അവതരിപ്പിക്കുന്ന ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളും മേളയിൽ പങ്കെടുക്കും. വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ഒഫീഷ്യൽസിനെ നേരിൽ കാണാനും വിവിധ കോഴ്സുകളെക്കുറിച്ച് നേരിട്ട് വിവരങ്ങൾ ശേഖരിക്കാനും സ്കോളർഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ്, പ്ലേസ്മെന്റ്സ്, ഇന്റേൺഷിപ്പ് തുടങ്ങിയവയെക്കുറിച്ച് അറിയാനും അവസരം ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരിത്ര നേട്ടം കൈവരിച്ച് വിഴിഞ്ഞം തുറമുഖം. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ ചരക്കുകൾ കൈകാര്യം ചെയ്ത റെക്കോർഡിനെ വിഴിഞ്ഞത്തിന് സ്വന്തം. 2024 പ്രവർത്തനം ആരംഭിച്ച വിഴിഞ്ഞം 10 ലക്ഷം TEUവും 20 ലക്ഷം TEUവും ഏറ്റവും വേഗത്തിൽ കൈവരിക്കുന്ന ഇന്ത്യൻ തുറമുഖമായി മാറി. ഈ 18 മാസത്തിനിടയിൽ 950-ലധികം കപ്പലുകൾ തുറമുഖത്തെത്തി. ഇതിൽ 67 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളും ഉൾപ്പെടുന്നു. ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളിലൊന്നായ ഐരീന, വെറോണ എന്നിവയും വിഴിഞ്ഞത്ത് നങ്കൂരമിട്ടു. ദക്ഷിണേഷ്യ, പശ്ചിമേഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ദക്ഷിണ അമേരിക്ക എന്നിവയെ ബന്ധിപ്പിക്കുന്ന പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബായി വിഴിഞ്ഞം മാറുന്നതിന്റെ സൂചനകളാണ് ലഭിക്കുന്നത്. അന്താരാഷ്ട്ര കപ്പൽപാതയിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് വിഴിഞ്ഞം സ്ഥിതി ചെയ്യുന്നത്. ഇത് വലിയൊരു നേട്ടമായി മാറുന്നു എന്നാണ് 18 മാസ കാലയളവിലെ പ്രവർത്തനങ്ങൾ സൂചിപ്പിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിൽ അദാനി പോർട്സ് ആൻഡ് സ്പെഷ്യൽ എക്കണോമിക് സോൺ നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. 2024 ഡിസംബറിലാണ് ഈ പോർട്ടിന്റെ വാണിജ്യ പ്രവർത്തനം ആരംഭിച്ചത്. 2025 ഓഗസ്റ്റിൽ തന്നെ വിഴിഞ്ഞം 10 ലക്ഷം TEU നേട്ടവും കൈവരിച്ചു. വിഴിഞ്ഞം തുറമുഖം കൈകാര്യം ചെയ്ത 950 കപ്പലുകളിൽ 400 മീറ്റർ നീളമുള്ള 67 അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകൾ ഉൾപ്പെടുന്നു. ഇതും ഇന്ത്യയിലെ റെക്കോർഡാണ്. വരും തലമുറയിലെ വമ്പൻ കണ്ടെയ്നർ കപ്പലുകളെയും സ്വീകരിക്കാൻ സജ്ജമാവുകയാണ് വിഴിഞ്ഞം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ നിയമസഭയിൽ അവതരിപ്പിച്ചു. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളെ ഉൾക്കൊള്ളുന്ന പദ്ധതികളുമാണ് പ്രസംഗത്തിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ. സൗജന്യ KSRTC യാത്രയ്ക്ക് പുറമെ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന സർക്കാർ നയങ്ങളാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉടനീളം പ്രതിഫലിച്ചത്. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവ അവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൗഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറയുന്നു. കോളേജ് വിദ്യാർത്ഥികൾക്ക് മാസം 1000 രൂപ നൽകുമെന്നും ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുമെന്നും പ്രഖ്യാപനമുണ്ടായി. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമ മുറികൾ ഒരുക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവ അവധിയും പ്രത്യേക ആനുകൂല്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കുന്നു. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി അവർക്ക് പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കുമെന്നും പ്രഖ്യാപനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.